നമസ്കാരം, ഞാൻ വിനോദ്. പൈനർ സ്റ്റഡീസിന്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അല്ലേ? ടെൻസുകളെ കുറിച്ചാണ് പഠിച്ചത്. ഏതൊക്കെ ടെൻസ് പഠിച്ചു? പ്രസന്റ് ടെൻസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് എന്നിവ പഠിച്ചു. ഇനി അടുത്തതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ? അപ്പൊ അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ത് എഴുതണം? സബ്ജക്റ്റ് എഴുതണം. പിന്നെ ഹാസ് അല്ലെ ഹാവ് എഴുതണം, ബീൻ എഴുതണം, വെർബ് വൺ, ING, ഒബ്ജക്റ്റ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച 3 ടെൻസിൽ ഇങ്ങനെ ഓരോ അതിൻ്റെ സൂത്രവാക്യം മാത്സിലേക്ക് സൂത്രവാക്യം പോലെ നമ്മൾ ഇതിൽ പഠിച്ചിരുന്നു. അപ്പൊ ഇതിന്റെ പ്രസന്റ് പെർഫെക്റ്റിന്റെ കണ്ടിന്യൂസിന്റെ സൂത്രവാക്യമാണ് സബ്ജക്റ്റ്, ഹാസ് അല്ലെ ഹാവ്, ബീൻ, വെർബ് വൺ, ING, ഒബ്ജക്റ്റ്. ഇനി ഇത് എപ്പോഴൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്? എപ്പോഴും ചാടി കയറി ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ? എപ്പോഴൊക്കെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. കഴിഞ്ഞു പോയ സമയത്ത് തുടങ്ങിയതും ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നതുമായ കാര്യങ്ങൾ, തുടർന്ന് കൊണ്ടേയിരിക്കുന്നതാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. തുടർന്ന് കൊണ്ടേയിരിക്കുന്നു, തുടർന്ന് കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നു വെച്ചാൽ ഞാൻ വരുന്നു, അത് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ സമയത്ത് ഇന്ന് രാവിലെയൊക്കെ തുടങ്ങി അവൻ കളിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കളിക്കുവാൻ ഇനി വൈകുന്നേരം വരെ അമ്മ വിളിക്കുമോ ഒക്കെ വിളിക്കുമ്പോൾ വഴക്ക് പറഞ്ഞ് വിളിക്കുമ്പോഴൊക്കെയാണ് കളി നിർത്തുള്ളൂ. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക കളി. അങ്ങനെ കഴിഞ്ഞു പോയ സമയത്ത് തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു അല്ലെ? ഭാവിയിലേക്കും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയുന്നുണ്ട്. ഞാൻ ഉദാഹരണം എഴുതിയിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു കൊണ്ടേയിരിക്കുന്നു. ഞാൻ രാവിലെ തുടങ്ങിയതാണ് പഠിക്കാൻ, നാളെ പരീക്ഷയാണ്, അപ്പൊ ഇപ്പോഴും പഠിക്കുകയാണ്, ഇനി കുറേ സമയം കൂടെ പഠിച്ചുകൊണ്ടിരിക്കും അല്ലെ? വരാൻ പോകുന്ന സമയത്തും പഠിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ? അത് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതി നോക്കാം. ഞാൻ സബ്ജക്റ്റിൽ ആദ്യം എഴുതല്ലേ? ഐ. ഹാസ് അല്ലേ ഹാവ്? ഹാവ് ഏത് വേണം? ഐ കഴിഞ്ഞ് ഏത് വേണം? ഐ കഴിഞ്ഞ് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ അല്ലേ? ഐ ഹാവ്. പിന്നെയോ ബീൻ, ഐ ഹാവ് ബീൻ. പിന്നെയോ വെർബ് വൺ, ഇവിടെ പഠിക്കുക എന്നുള്ളത് അല്ലെ? വെർബിന് 3 രൂപ കൊണ്ട് നമ്മൾ പഠിച്ച ത്രിമൂർത്തികൾ അല്ലെ? വെർബ് വൺ, വെർബ് ടു, വെർബ് ത്രീ. ഇവിടെ ഏതാണ് വേണ്ടത്? വെർബ് വൺ. സ്റ്റഡി എന്നുള്ള സ്റ്റഡി, അതിൻ്റെ കൂടെ ING ചേർക്കണം അല്ലെ? അപ്പോൾ ING സ്റ്റഡിയിങ്. എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് ഒബ്ജക്റ്റ്. എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇംഗ്ലീഷ് അല്ലെ? ഇംഗ്ലീഷ്. ഐ ഹാവ് ബീൻ സ്റ്റഡി ഇംഗ്ലീഷ്. കണ്ടോ? ഐ സബ്ജക്റ്റ്, ഹാവ് അല്ലെ ഹാസ്, അതിന് ഇവിടെ ഹായ് കഴിഞ്ഞ് ഹാവ വേണ്ട. ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഇനി ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആയി അല്ലെ? ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ പ്ലൂറലൊക്കെ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ എൻ്റെ ഇതിനു മുമ്പുള്ള ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം ഈ ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ അല്പം കൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ഐ ഹാവ് ബീൻ സ്റ്റഡി ഇംഗ്ലീഷ് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ പ്ലൂറലൊക്കെ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ഏതാണ്? വി, ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വേണോ? നോക്കാം. വി ഒരു വ്യത്യാസം വേണ്ട. ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഗ്രാമർ, അത് തന്നെ മതി. ഇനി യു, നീ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ വേണം? യു, അതും ഹാവ് തന്നെ. ഹാവിനെ വ്യത്യാസം വരുള്ളൂ. ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഐയും വിയും യു ആയി. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ പ്ലൂറല്, സെക്കൻഡ് പേഴ്സൺ സിംഗുലറും പ്ലൂറലും. ഇനി തേർഡ് പേഴ്സൺ സിംഗുലർ നമ്മളെ കഥാപാത്രം അല്ലെ? കാരണം നമുക്ക് തെറ്റിക്കുന്ന ആൾക്കാരാണ് അവർ. എന്തുകൊണ്ടാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലൊക്കെ അവരെ പ്രത്യേകത പഠിച്ചില്ലേ? എസ് എന്താണ്? ഹീ, ഷീറ്റ് വരുമ്പോൾ വെർബിനോടൊപ്പം എസ് ചേർക്കണം നമ്മൾ പഠിച്ചല്ലേ? അതുപോലെ ഇവിടെയുണ്ട് ഹീ, ഷീ, ഇറ്റ്. ഇവർ വരുമ്പോൾ ഹാവ് അല്ല, ഏതാണ് ചേർക്കേണ്ടത്? ഹാസ്. കണ്ടോ? ഹി ഹാസ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, ഇറ്റ് ഹാസ് ബീൻ. അങ്ങനെ ഓരോന്നും ഹീ, ഷീറ്റ് വരുമ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ ഹാസ് വേണം അല്ലെ? അല്ല ഹാവ്. ഇനി തേർഡ് പേഴ്സൺ പ്ലൂറൽ വരുമ്പോൾ പ്ലൂറൽ ഏതാണ്? ദേ കഴിഞ്ഞ് ഏത് വേണം? ഹാവ് മതി. ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അപ്പൊ ഇവിടെ ഈ തേർഡ് പേഴ്സൺ സിംഗുലർ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഏതാണ് വേണ്ടത്? ഹാവ് ആണ് വേണ്ടത് അല്ലേ? തേർഡ് പേഴ്സൺ സിംഗുലർ വരുമ്പോൾ ഹാസ്. ഇങ്ങനെയാണ് സബ്ജക്റ്റ് ഹാവ് അല്ലേ? ഹാസ്, ബീന്,
വെർബ് വണ്ണ് ING പിന്നെ ഒബ്ജക്റ്റ്. ഇങ്ങനെ ഒരു സെൻറ്റൻസ് കണ്ടാൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഒന്ന് രണ്ട് സെൻറ്റൻസുകളും കൂടെ എഴുതി നോക്കാം. അതിനകത്ത് ഈ സിൻസ് ഫോർ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എന്തിനാണെന്നറിയാം? ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് സിൻസ് അല്ലെ ഫോറിൻ്റെ ഉപയോഗം വരുന്നത് കൂടുതലായിട്ട്. അപ്പോൾ സിൻസ് ഫോർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടെ കൂടിയുള്ള നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഞാൻ 5 മണി മുതൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. കേട്ടോ, 5 മണി മുതൽ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് രാവിലെ 5 മണി ആ സമയം പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏതാ ചേർക്കേണ്ടത്? സിൻസ് ചേർക്കോ ഫോർ ചേർക്കോ നമുക്ക് ആദ്യം എന്ത് എഴുതണം? അതിനൊന്നും ഒരു മാറ്റമില്ല. ഐ പിന്നെ ഹാവ് അല്ലേ, ഹാസ്. ഐ കഴിഞ്ഞ് ഹാവ് വേണം. ഐ ഹാവ് പിന്നെ ബീൻ വേണം. പിന്നെ എന്താ വേണ്ടേ? വെർബ് വൺ എന്താ പഠിക്കുക എന്നുള്ളതല്ലേ? സ്റ്റഡി. ING വേണം. സ്റ്റഡിങ്. എന്നതാ പഠിച്ചാണ്? ഇംഗ്ലീഷ്. ഇനിയാണ് സിൻസോ ഫോറോ ചേർക്കാവുള്ളൂ. 5 മണി എന്നുള്ളതൊക്കെ ലാസ്റ്റ് ചേർക്കാവുള്ളൂ. ഡാഷ് 5 o'clock ഉണ്ടോ? ഈ 5 മണി എന്നത് കൃത്യമായ പോയിന്റ് ഓഫ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഏതാ വേണ്ടേ? സിൻസ് വേണോ ഫോർ വേണോ എന്നാണ് നമ്മൾ. ഇത് നമുക്ക് PSC പരീക്ഷയ്ക്ക് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പ്ലസ് ടുവിനൊക്കെ ഒരു മാർക്കിന് വരുന്നതാണ്. സിൻസ് അല്ലേ ഫോർ ചേർക്കാനും. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് പോയിന്റ് ഓഫ് ടൈമാണ് പറയുന്നതെങ്കിൽ സിൻസും, പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ ഫോറും ചേർക്കണം. ഇതിൻ്റെ പ്രത്യേകം ഒരു ക്ലാസ് ഞാൻ പിന്നീട് എടുത്തു തരാം. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ആവശ്യമുള്ളതുകൊണ്ട് മാത്രം ഞാനിത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. പിന്നീട് നമുക്ക് വിശദമായി പഠിക്കാം. അപ്പോൾ ഇവിടെ 5 o'clock എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് ടൈം ആയതുകൊണ്ട് സിൻസ് ഉണ്ടോ. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് സിൻസ് 5 o'clock. 5 മണി മുതൽ. 5 എന്നുള്ള കൃത്യ സമയമാണ് അല്ലേ. അതുകൊണ്ട് സിൻസ് 5 o'clock എന്ന് പറയും. ഇത് തന്നെ നമുക്കൊന്ന് മാറ്റി എഴുതി നോക്കാം. 3 മണിക്കൂറായി. 3 മണിക്കൂറായി. ഇവിടെ എങ്ങനെയാണ്? കൃത്യം പോയിന്റ് ഓഫ് ടൈമാണ്. 3 മണിക്കൂറിന് പീരീഡാ അല്ലേ. ഒരു കൃത്യസമയം 5 മണി തൊട്ട് 8 മണി വരെ അങ്ങനെയൊന്നും സമയമല്ല. 3 മണിക്കൂർ എന്ന് പറയുന്നു. 3 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പീരീഡ് ഓഫ് ടൈമാണ്. അപ്പോൾ ഇവിടെ സിൻസ് അല്ല വേണ്ടേ ഉണ്ടോ. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് ഫോർ പിന്നെയോ 3 മണിക്കൂർ 3 hours. 3 hours ഉണ്ടോ. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് ഫോർ 3 hours. ഇത് പീരീഡ് ഓഫ് ടൈം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഫോർ ചേർക്കാവുള്ളൂ, സിൻസ് ചേർക്കരുത്, മാർക്ക് പോകും. ഇനി വേറെ ഒരെണ്ണം. ദ ചൈൽഡ് ഹാസ് ബീൻ ക്രൈയിങ് ഡാഷ് 8 hours. 8 മണിക്കൂറായി കുട്ടി അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പം എന്ത് പറയണം? 8 മണിക്കൂർ എന്ന് 8 എന്നുള്ള പോയിന്റ് അല്ല, 8 മണിക്കൂർ പീരീഡ് ഓഫ് ടൈമാണ്. അപ്പോൾ സിൻസ് വേണോ ഫോർ വേണോ? അപ്പോൾ 8 hours. ഇനി ഇവിടെ 8 o'clock എന്നാണെങ്കിൽ ഇങ്ങനെ വേണം. ഇവിടെ 8 o'clock എന്ന് ഞാൻ മാറ്റി. അപ്പോൾ ഇവിടെ ഫോർ പോലെ സിൻസ് വേണം. കാരണം 8 മണി എന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സിൻസ് വേണം. ഇതാണ് അതിൻ്റെ മാറ്റം. നമുക്ക് ഇനി വിശദമായിട്ട് പിന്നെ പഠിക്കാം. ഇനി 2-3 സെന്റൻസുകൾ ഞാൻ എഴുതിയിടും. അത് ഏത് ടെൻസിൽ പഠിച്ചു? നമ്മൾ ഇതുവരെ പഠിച്ച 4 പ്രസന്റ് ടെൻസിൽ 4 നമ്മൾ പഠിച്ചു അല്ലേ. 4 എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാവോ എന്ന് നോക്കാം. 4 സെന്റൻസ് ഞാൻ എഴുതിയിടാം. ഷീല ഈസ് ഡൂയിങ് ഹോംവർക്ക്. അർജുൻ ഹാസ് ബീൻ ഈറ്റിംഗ്. നിങ്ങളിപ്പോൾ തന്നെ ഒരു സെൻറ്റൻസ് ഇത് നോക്കിയിട്ട് ഏത് ടെൻസാണ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കൂ. അതാണ് നമ്മൾ ഈ ചെയ്യുന്ന. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഏത് ടെൻസ് ആണെന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈറ്റിംഗ് ആൻ ആപ്പിൾ.
യു ഹാവ് ബീൻ റണ്ണിങ്. അനിൽ ഡ്രിങ്ക്സ് കോഫി. 4 സെന്റൻസ് ഞാൻ എഴുതുന്നത്. ഇത് ഏത് ടെൻസ് ആണ്? നമ്മൾ പഠിച്ച 4 ടെൻസ് അത് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഇത് സബ്ജക്റ്റ് ഷീല, സബ്ജക്റ്റ് പ്ലസ് ഈസ് ഉണ്ട് അല്ലേ, ഈസ് പ്ലസ് ഡു വെർബ്, അതിൻ്റെ കൂടെ ING ഉണ്ട്. വെർബ് 1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. എങ്ങനെ എഴുതി നോക്കണം? ഇങ്ങനെ എഴുതാതെ തന്നെ നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ എഴുതിയ സബ്ജക്റ്റ് ഈസ് ആവാറ്, ഏതെങ്കിലും ഒന്ന് വെർബ് 1 ING ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ ഏത് ടെൻസ് ആണ് നമ്മൾ ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതാ പ്രസന്റ്. പറഞ്ഞു, കറക്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ്. എങ്ങനെ മനസ്സിലായി? ഈസ് ആവാറ് ഏതെങ്കിലും ഒന്നുണ്ട്, വെർബ് 1 ഉണ്ട്, ING ഉണ്ട്. ഇനി അടുത്തത് അർജുൻ സബ്ജക്റ്റ്, ഹാസ് അല്ലോ, ഹാസ് ഉണ്ട്, ഹാസ് പ്ലസ് ബീൻ പ്ലസ് വെർബ് 1 പ്ലസ് ING അല്ലേ, ING ഈറ്റിംഗ് പ്ലസ് ഒബ്ജക്റ്റ്. അത് ഏത് ടെൻസ് ആണ്? സബ്ജക്റ്റ് ഹാസ് അല്ലേ, ഹാവ് ബീൻ വെർബ് 1 ING ഒബ്ജക്റ്റ് ഉള്ളൂ. ഹാസ് ബീൻ, അപ്പൊ ഇതേതാണ്? ബീന് വെർബ് 1 ING. ഇന്ന് നമ്മൾ പഠിച്ച പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അടുത്തത് സബ്ജക്റ്റ് ഉണ്ട്, യു, ഹാവ് ഉണ്ട്, ബീൻ ഉണ്ട്, വെർബ് 1 ഉണ്ട്, ING ഉണ്ട്. അപ്പൊ ഏതെഴുതണം? ഹാവ്, ബീന്, വെർബ് 1 ING. ഇതും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതോ അനിൽ സബ്ജക്റ്റ്, ഡ്രിങ്ക്സ് ഉണ്ടോ, വെർബിന്റെ 1ാമത്തെ രൂപം അല്ലെ, ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. എസ്സും കൂടെ ഉണ്ട്. ഒരു എസ് എന്തിനാണ്? തേർഡ് പേഴ്സൺ സിംഗുലർ വരുമ്പോൾ എസ് വേണം, നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് 1 പ്ലസ് ഒബ്ജക്റ്റ്, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ളതാകുമ്പോൾ ഏതാണ്? സിമ്പിൾ പ്രസന്റൻസ്. ഇതുപോലെ നമ്മൾ ഓരോ സെന്റൻസ് എഴുതി നോക്കിയിട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഒരു ബുക്ക് നോക്കിയിട്ട് അത് ഇത് ഏത് ടെൻസ് വരും നമ്മൾ പഠിച്ച സൂത്രവാക്യം അനുസരിച്ച് നിങ്ങൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ഒരു ഇംഗ്ലീഷിലേക്ക് ഒരു സെന്റൻസ് എഴുതിയിട്ട് നിങ്ങളത് ഏത് ടെൻസിലുള്ളതാണെന്ന് അങ്ങനെ പല രീതിയിൽ കൂടെ നിങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിക്കാൻ പഠിച്ചാൽ നിങ്ങൾ പകുതി പഠിച്ചു എന്ന് പറയാം അല്ലേ? ഇനി നമുക്ക് ഈ അടുത്ത ക്ലാസ്സിലൊക്കെ പഠിക്കേണ്ടത് ഇതിൻ്റെ ബാക്കി എളുപ്പമുണ്ട്. കാരണം പ്രസന്റ് ടെൻസിലെ 4 രൂപം പഠിച്ചാൽ പിന്നെ പാസ്റ്റ് ടെൻസ് ആണ് ഇനി പഠിക്കാനുള്ളത്. അതിന് ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. അതിലും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിച്ചതുപോലെ പാസ്റ്റ് ടെൻസിലെ പോലെ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആ പ്രസന്റ് ടെൻസിലെ 4 പഠിച്ചത് കൊണ്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അടുത്ത ദിവസം പഠിക്കേണ്ടത്. ഇനി സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. അടുത്ത ദിവസം സിമ്പിൾ പാസ്റ്റ്, അതായത് പാസ്റ്റ് ടെൻസിലെ സിമ്പിൾ പാസ്റ്റുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.